Are you fine? Yes. Welcome to today's class. Children, in the previous class, we learned about nouns. No? What is mean by noun? Noun means naming words. Noun means naming words. That means all naming words are called noun. All naming words. It may be name of persons, places, animals, or things. No? All naming words are called noun. Today we are going to learn about one and more than one. One and more than one. That means singular and plural. Singular and plural. എന്താണ് singular എന്ന് പറഞ്ഞാൽ? Singular means only one. അതായത് ഏതെങ്കിലും ഒരു വസ്തു ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? സിംഗുലർ. ഏതെങ്കിലും ഒരു വസ്തു ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിംഗുലർ. ഇനി ഒന്നിൽ കൂടുതലാണെങ്കിലോ അതിനെന്ത് പറയാം? പ്ലൂരൽ. എന്താ പറയാ? പ്ലൂരൽ. Singular and plural. But nouns can be two types: singular number and plural number. Singular number and plural number. Noun നമുക്ക് രണ്ട് തരത്തിലാക്കാം. Singular ആയിട്ടും plural ആയിട്ടും. Singular means only one. ഏതെങ്കിലും ഒരു വസ്തു ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് singular. Singular. Say together with me. Singular. Okay? And ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പറയുന്നതാണ് പ്ലൂരൽ. എന്താണ്? പ്ലൂരൽ. And before that we have to learn what is countable and uncountable. Countable means countable noun means that we can count it. That means എണ്ണാൻ പറ്റുന്നതിനെയാണ് countables എന്ന് പറയാം. എന്താ പറയാ? Countables. Say together, countables. അതായത് എണ്ണാൻ പറ്റുന്നവ. Can you say some examples of countable nouns? Anybody? Can you say some examples of countable nouns? Yes, bag, we can count it. Book, we can count it. Then bottle, yes, we can count it. അതായത് എണ്ണാൻ പറ്റുന്ന വസ്തുക്കളെയാണ് countable nouns എന്ന് പറയും. And uncountable means nouns that we cannot count. Nouns that we cannot count are called uncountables. അതായത് എണ്ണാൻ പറ്റാത്ത വസ്തുക്കൾ. എണ്ണാൻ പറ്റാത്ത വസ്തു. Like all liquid items we cannot count. Liquid like water, petrol, diesel. ഇതൊക്കെ എണ്ണാൻ പറ്റുമോ? ഇല്ല. Then air means vayu. എണ്ണാൻ പറ്റുമോ? ഇല്ല. Rice, അരി, sugar, പഞ്ചസാര. All these things we cannot count. ഇതൊന്നും നമുക്ക് എണ്ണാൻ സാധിക്കില്ല. അതിനെന്താണ് പറയുന്നത്? Uncountables. പറഞ്ഞേ, uncountables. See, uncountables. So nouns can be two types: countable nouns and uncountable nouns. Are you clear? Countable nouns and uncountable nouns. Countable means എണ്ണാൻ പറ്റുന്നത്. Uncountables means എണ്ണാൻ പറ്റാത്തത്. Okay? And remember that uncountable nouns have no plural forms. Uncountable nouns നമുക്ക് പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിൽക്സ് പറയാൻ പറ്റില്ല. കാരണം മിൽക്ക്, പാല് നമുക്ക് എണ്ണാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതിന് മിൽക്സ്, അതിന്റെ പ്ലൂറൽ ഫോം ഇല്ല. എയേഴ്സ്, നോ, വി കാൻറ്റ് സേ ലൈക്ക് ദാറ്റ്. അപ്പൊ അൺകൗണ്ടബിൾസ്, ദാറ്റ് മീൻസ് എണ്ണാൻ പറ്റാത്തതിന് പ്ലൂറൽ ഫോംസ് ഇല്ല. ഓക്കെ, ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ അല്പം മലയാളം കൂടി ചേർക്കാണ്. കാരണം പാരൻസിന്റെ കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു. അതിൽ മലയാളം ഒത്തിരി കൂടി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ മലയാളത്തിൽ കുറച്ചധികം
ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ മീൻസ് എണ്ണാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ മീൻസ് എണ്ണാൻ പറ്റാത്തത്. Are you clear? Are you clear? Yes, and remember that uncountable nouns have no plural forms. Uncountable nouns have no plural forms. Okay, uncountable nouns have no plural forms. അതായത് എണ്ണാൻ പറ്റാത്തതിന് പ്ലൂറൽ ഫോംസ് ഇല്ല. ഫോർ എക്സാമ്പിൾ പെൻ നമുക്ക് എണ്ണാൻ പറ്റും, പെൻ അല്ലേ? ബുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. 1 2 3 ഹൗ മെനി ബുക്സ് എണ്ണി നോക്കാം, നമുക്ക് എത്ര ബുക്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം, നമുക്ക് സാധിക്കും അല്ലേ? എണ്ണാൻ സാധിക്കും. അപ്പൊ അതിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. അൺകൗണ്ടബിൾസ് എന്ന് പറഞ്ഞാല് ഇച്ചിരി പറഞ്ഞു, ഇപ്പോ മണൽ, സാൻഡ് എണ്ണാൻ സാധിക്കില്ല. ഷുഗർ എണ്ണാൻ സാധിക്കില്ല. പഞ്ചസാര എണ്ണാൻ സാധിക്കുമോ? ഇല്ല. പാല് എണ്ണാൻ സാധിക്കുമോ? വാട്ടർ എണ്ണാൻ സാധിക്കുമോ? ഇല്ല. ഇതിനൊന്നും നമ്മള് പ്ലൂറൽ ഫോംസ് പറയില്ല. പ്ലൂറൽ ഫോംസ് അതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? Did you understand? Yes. സിംഗുലർ ആൻഡ് നൗൺ. സിംഗുലർ മീൻസ് ഏകവചനം എന്ന് പറയും അല്ലേ? സിംഗുലർ, ഓൺലി വൺ, ഏതെങ്കിലും ഒരു വസ്തു ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് സിംഗുലർ എന്ന് പറയാം, ഏകവചനം. ആൻഡ് പ്ലൂറൽ നൗൺ മീൻസ് ഏതെങ്കിലും ഒരു വസ്തു ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മോർ ദാൻ വൺ. മോർ ദാൻ വൺ, അതായത് ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്ലൂറൽ. Plural. See, all of you look at the board. Look at the board. What is it? Pen. No? Pen. Pens. Pen singular. This is singular. Pen. Arnella. Unne ullu. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ പെൻ എഴുതിയിരിക്കുന്നത്. ഇനി പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുണ്ട്. മോർ ദാൻ വൺ. ഡോഗ്, dogs. Key, keys. Flower, flowers. Cake, cakes. ഇതെല്ലാം എന്താണ്? These are singular. Pen, dog, key, flower, cake. All these are singular. All these are singular. The singular noun that refers to one person, one place or things. Okay, one person, place, things is said to be singular noun. And a plural noun, all these are plural nouns, no? Pens, dogs, keys, flowers, cakes, all these are plural nouns. Plural nouns refers to more than one person, place, or things. Okay, plural nouns refers to more than one person, place, animal or things, etc. Did you understand? Did you understand? Okay, so all of you take your textbook. All of you take your textbook. Page number 12. Page number 12. Open page number 12, all of you. One and more than one. One and more than one. Look at the pictures and read the words. One ball. One ball. Yes, that is singular, no? That is singular. Two balls. How many balls are here? Two. So that is plural. Ball, balls. Then one flower, three flowers. Flower, flowers. Flower is singular. Flowers, plural. Then top. One top, four tops. One bag, three bags. Okay, and see the one, add s to the words and complete the words. It is very simple. You can do it. So all of you try to do. See, one clock, many dash, many dash. How to write the? How to write? Many clocks, many clocks. Clock singular, clocks plural. So you have to write there clocks. C-L-O-C-K-S. Okay. And next one also, one pencil, two pencils. One key, many keys. One egg, 5 eggs. And see the next page, page number 13. That is also homework for you. That is also homework. It's very, very simple.
write the plural form. Write the plural form. Okay. So what we learned today? What we learned today about one and more than one. That means singular and plural. Singular and plural. Singular means only one. ഏതെങ്കിലും ഒരു വസ്തു ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പറയുന്നത്? സിംഗുലർ. ആൻഡ് ഏതെങ്കിലും ഒരു വസ്തു ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ more than one, that is called plural. And remember that uncountable nouns have no plural forms. Uncountable nouns have no plural forms. Uncountable means that we cannot count it. That we cannot count it. Those are called uncountables. Those are called uncountables. Okay, are you clear? So let's wind up today's class. Say, do all of you homework, page number 10 and 12 and 13. 12 and 13, that is homework for you. Okay, so let's wind up. Stay safe at home. Okay, well, thank you. Bye bye.